എത്തിയിട്ടുള്ള ഓരോ വ്യക്തിത്വങ്ങളെയും സ്നേഹപൂർവം ആദരപൂർവം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജലസ്തൂപങ്ങളിൽ നാട്ടിയ മഴവിൽ കൊടികൾ എന്ന പുസ്തകമായി മാറുകയാണ്. കൊടുങ്ങല്ലൂരിൻ്റെ സാഹിത്യകാരൻ്റെ അഭിമാനമായി ഈ കൃതി മാറും എന്നുറപ്പാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ചുള്ള പഠനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുകയാണ്. ജലസ്തൂപങ്ങളിൽ നാട്ടിയ മഴവിൽ കൊടികളായി. കവിതകളെ കുറിച്ച് സവിസ്തരം ഇവിടെ സംസാരിക്കുന്നത് ഡോക്ടർ അധ്യാപിക കൂടിയായിട്ടുള്ള മാർഗരറ്റ് ജോർജാണ്. അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ഡോക്ടർ മുഹമ്മദ് സഹീദ്, മുൻ മുനിസിപ്പൽ ചെയർമാൻ CC വിനയേന്ദ്രൻ, MK സഹീദ്, അഡ്വക്കേറ്റ് MP ജുകുമാർ എന്നിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ യോഗത്തിന് നന്ദി അർപ്പിക്കുന്നത് നോവലിസ്റ്റായിട്ടുള്ള PL തോമസ് കുട്ടിയാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യും. ബക്കറിൻ്റെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, സഹൃദയർ, അങ്ങനെയുള്ള നിരവധി ആളുകൾ ഈ വേദിയിലുണ്ട്. അവരെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജലസ്തൂപങ്ങളിൽ നാട്ടിയ മഴവിൽ കൊടികൾ. ശ്രീ ബക്കർ മേത്തലയുടെ കവിതകളെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇന്നിവിടെ പ്രകാശനം ചെയ്യുമ്പോൾ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് കൊടുങ്ങല്ലൂരിൻ്റെ സാംസ്കാരിക വേദികളിൽ പിന്തുണയായി, പിന്താങ്ങായി, പ്രചോദനമായി അവരുടെയും രാമൻകുട്ടിയേട്ടനാണ്. അദ്ദേഹത്തെ ശ്രീ P. രാമൻകുട്ടി അവർകളെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, വലിയൊരു അധ്യക്ഷ പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരുപാട് പ്രാസംഗികർ ഞങ്ങൾക്ക് അറിവ് പകരേണ്ട വ്യക്തിത്വങ്ങളുടെ പ്രഭാഷണങ്ങളിവിടെ നടത്താനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏരിയയുടെ വാക്കുകൾ അത്ര പ്രസക്തിയില്ലാതെ എനിക്ക് തോന്നുന്നു. ബക്കർ മേത്തല കൊടുങ്ങല്ലൂരിൻ്റെ സ്വന്തം സാഹിത്യകാരൻ, കൊടുങ്ങല്ലൂരിൻ്റെ പ്രിയപ്പെട്ട കവി, കരുണയുടെ നീരളവ് പറ്റാത്ത നല്ലൊരു മനസ്സിൻ്റെ ഉടമ, മതേതരത്വം നിലനിർത്തുന്നതിന് വേണ്ടി അഹോരാത്രം അദ്ദേഹത്തിന് തൂലിക ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി. ഇതിലെല്ലാറ്റിനുപരി നമ്മളിലേക്ക് ആത്മാർത്ഥ സുഹൃത്ത്, ഈ സമ്മേളനം, പുസ്തക പ്രകാശന സമ്മേളനവും കവിതാ ചർച്ചയും ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആരാധ്യനായ പ്രൊഫസർ M. തോമസ് മാത്യു സാറിനെ ക്ഷണിച്ചുകൊണ്ടിരുന്നു. ഔപചാരികമായ പ്രകാശന വേളയിലേക്ക്, കൊടുങ്ങല്ലൂരിൻ്റെ പ്രിയ കവിയുടെ പുസ്തക പ്രകാശന വേളയിലേക്ക് സ്നേഹപൂർവം ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൻ്റെ ആരാധനായ അധ്യക്ഷൻ ശ്രീ രാമൻകുട്ടി, വേദിയിലുള്ള പ്രിയ സ്നേഹിതർ, ആലയത്തിൽ കൊടുക്കെടുത്ത് ഡേവിഡ് ഡേവിസ്, ബക്കറിനെ പോയി ബക്കർ, വേദിയിലുള്ള ബഹുമാന്യരായ സുഹൃത്തുക്കൾ, ഈ സദസ്സിനെ ധന്യമാക്കുന്ന ബഹുമാന്യരായ കാവ്യാസ്വാദകർ, എല്ലാവർക്കും എൻ്റെ പ്രണാമം. സാരമാസ്റ്റർ എഡിറ്റ് ചെയ്യുകയും 42 കവിതാ പഠനങ്ങൾ ഉൾപ്പെടുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ പ്രകാശനവും ആ പഠനങ്ങൾക്ക് ആധാരമായി നിൽക്കുന്ന കവിതകളുടെ അപഗ്രഥനവും ചേർന്ന ഒരു യോഗത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വലിയ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ അവകാശവും കയറിയാണ് ബക്കർ മേത്തല കവിയായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് നമുക്കറിയാം. മലയാള കവിതാ ചരിത്രം
മാറ്റങ്ങളാണ് കൊടുങ്ങല്ലൂരിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാം. ആ അഭിമാനം ഓർക്കുന്ന ഒരു കവിത നമ്മളിപ്പോൾ ചൊല്ലി കേൾക്കുകയും ചെയ്തു. സ്വാംശീകരിക്കാൻ പ്രയാസമുള്ളതും ധിക്കരിക്കുമ്പോൾ ആനന്ദമുണ്ടാക്കുന്നതുമൊക്കെ. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും ഏതെല്ലാം തരത്തിൽ പാരമ്പര്യത്തെ ധിക്കരിക്കാനും മാറ്റിമറിക്കാനും പുതിയ ചാലുകൾ സൃഷ്ടിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുമ്പോഴും വിടാതെ ഇത് ധിക്കരിക്കാൻ ശ്രമിക്കുന്നവരുടെ കൂടെ സഞ്ചരിക്കുകയും ഏതോ ഒരംശം സ്വാംശീകരിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന സ്വഭാവം പാരമ്പര്യത്തിലുണ്ട്. അത് കവി അറിയുന്ന ഒന്നല്ല, മനഃപൂർവമായി സമ്പാദിക്കുന്ന ഒന്നുമല്ല. പക്ഷെ എങ്ങനെ അവന് അത് സാധിക്കുകയുള്ളൂ എന്നുള്ളൊരവസ്ഥ സാഹിത്യത്തിന് ചരിത്രത്തിൽ നമുക്ക് കുറച്ച് മനുഷ്യനും അങ്ങനെയുണ്ട്. പിന്നോട്ട് മാത്രം മടക്കാൻ കഴിയുന്ന കാലുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുന്നത്. അതുപോലെ ഇന്നലകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടാണ്, ഇന്നലകളുടെ ജൈവാംശത്തെ സ്വാംശീകരിച്ചുകൊണ്ടാണ്, ആ ജൈവാംശത്തിന് പുതിയ നാമ്പുകൾ വിരിയിച്ചുകൊണ്ടാണ് കവിതകൾ മുമ്പോട്ട് പോകുന്നത്. കവിതകൾ പുതിയ പുതിയ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നത് എന്ന കാര്യം യാതൊരു സംശയമില്ല. അത്തരത്തിൽ തൻ്റേതായ ഒരു രീതിയിൽ ഈ മഹാപാരമ്പര്യത്തിൻ്റെ സമ്പത്ത് അത് ജൈവമായ അല്ലെങ്കിൽ പഴയ ഒരു ഓർമ്മയല്ല. ഉപ്പുപ്പായ്ക്ക് ആനയുണ്ടായിരുന്നു എന്ന് പറയലല്ല, മറിച്ച് ഇതാ എൻ്റെ ജീവരക്തത്തിലെ തുടിപ്പായി പരിവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനവുമായി നമ്മുടെ മുമ്പിൽ കവി ആവിർഭവിക്കുന്നതാണ് പ്രത്യേകത. പകരം ഈ രീതിയിൽ പാരമ്പര്യത്തെ സമന്വയിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ പാരമ്പര്യം എന്തിൻ്റെയൊക്കെ ആവർത്തനമല്ല, മറിച്ച് ഭൂതകാലത്തിൻ്റെ ജൈവാംശം വർത്തമാനകാലത്തിൽ സന്നിഹിതമാകുന്നതാണ് എന്ന ഉറക്കെ നമ്മളോട് പറയാൻ ശ്രമിക്കുകയും ചെയ്യും. രണ്ട് കവിതകൾ നമ്മളിവിടെ ചൊല്ലിക്കേട്ടിട്ടുണ്ടായി. ഞാൻ ആ കവിതകളെ കുറിച്ച് പ്രത്യേകം പറയാനല്ല ശ്രമിക്കുന്നതാണ്. രണ്ട് കവിതകൾ ചൊല്ലിക്കേൾക്കുമ്പോഴും നമ്മൾ മനസ്സിൽ വന്ന ചില കാര്യങ്ങളുണ്ട്. ഉമ്മയെക്കുറിച്ച് കഥ പറയുന്നു. എത്ര ചെറിയ രീതിയിൽ കവി ആരംഭിക്കുന്നു. ഉമ്മ ഇടനെച്ചിലെ ഒരു വിളിയാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നു. പക്ഷെ ഇടനെച്ചിലെ വിളിയാണ് കവി അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്ന് പറയുമ്പോൾ ഈ ഇടനെഞ്ച് വിങ്ങുന്ന നിലവിളിയാണ് എന്ന് കൂട്ടി പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് ഈ കവിത മുമ്പോട്ട് പോകുന്നത്. ചെറിയ സൂചനകൾ തുടങ്ങി ഏതോ ഭാവ സാന്ദ്രതയുടെ വിചിത്രമായ ലോകം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുകയും ആ ലോകത്തിലെ പൗരന്മാരായി ജീവിക്കാൻ നമ്മെ നിർബന്ധിക്കുകയും ചെയ്യുന്നു എന്നത് ഈ കവിതയുടെ പ്രത്യേകതയാണ്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ കുറിച്ച് കവിത എഴുതുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു വശത്തെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്ത് മലയാള സാഹിത്യത്തിന് ചെയ്തു എന്നതിനെ സംബന്ധിക്കുന്ന സൂചനകൾ നമുക്ക് നൽകുന്നു. പക്ഷെ ആ സൂചനകളെക്കാളെല്ലാം പ്രധാനം തനിക്ക് കവിത എന്ന് വെച്ചാൽ എന്താണ് എന്ന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ പാരമ്പര്യത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പറയാനാണ് ഇതൊക്കെ ശ്രമിക്കുന്നത് എന്നാണ് സവിശേഷമായ കാര്യം. നമുക്ക് ലോകത്തിലെ ഏത് വിഷയത്തെക്കുറിച്ചും നമുക്ക് സംസാരിക്കാൻ അവകാശമുണ്ട്. കവി ഏത് വിഷയം പ്രമേയമാക്കാം. ഏത് വിഷയത്തെ പ്രമേയമാക്കുമ്പോഴും കവി അറിയാതെ ആ പറച്ചിലിനിടയിലൂടെ താൻ ആരാണ്, തൻ്റെ സങ്കല്പം എന്താണ്, ജീവിതത്തെക്കുറിച്ച്, കവിതയെക്കുറിച്ച്, മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് ഒക്കെ താൻ എന്താണ് സങ്കല്പിക്കുന്നത് എന്ന് കൂടി പറയുന്ന വിഷയത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം പൊളിയായി പോയാലും
കവി തന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സത്യമായി നിൽക്കുകയും ചെയ്തു. ഇത് കവിതയിലെ വല്ലാത്ത ഒരു വൈചിത്രമാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടനെ കുറിച്ച് പറയുമ്പോൾ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ മഹാപുരുഷൻ മലയാള ഭാഷയെ അത് നിലവിലുള്ള കാലം മുഴുവനും ഋണബദ്ധമാക്കി തീർക്കുന്ന മഹാകർമ്മം ചെയ്ത ഈ യോഗീശ്വരൻ എന്താണ് കവിതയ്ക്ക് വേണ്ടി ചെയ്തത്, എങ്ങനെയാണ് കവിത ആവിഷ്കരിച്ചത്, ഏത് രീതിയിലാണ് നമ്മുടെ പാരമ്പര്യത്തെ സമ്പന്നമാക്കിയത്, നമ്മുടെ കാവ്യധാരയെ കൂടുതൽ ബലിഷ്ഠമാക്കിയത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ കവിത തനിക്കെന്ത്, എന്താണ് താൻ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയും. കുഞ്ഞുകുട്ടൻ തമ്പുരാൻ തനിക്കാര് എന്ന് പറയുമ്പോൾ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ കവിത മാത്രമല്ല, കവിത എന്ന ഈ രൂപം തന്നെ തനിക്ക് എന്താണ് താൻ ഈ കവിതയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്നും കവി നമ്മളോട് പറയുന്നു. അങ്ങനെ ശ്രമിക്കുമ്പോൾ കവി നമ്മളോട് പറയുന്ന ഒരു കാര്യം, ഈ മണ്ണിൽ താൻ ജീവിക്കുന്ന ഈ മണ്ണിൽ അതിന് ചുറ്റുപാടിൽ വിരിയുന്ന കഥകൾ, മിത്തുകൾ, പഴങ്കഥകൾ, വ്യക്തിബന്ധങ്ങൾ, പഴഞ്ചൊല്ലുകൾ, ഇതൊക്കെ എങ്ങനെയാണ് തൻ്റെ കാവ്യാവബോധത്തെ സമ്പന്നമാക്കി തീർക്കുന്നത്, അതിൻ്റെ ഊടും ഭാവം എങ്ങനെയാണ് അത് നിർണ്ണയിക്കുന്നത് എന്ന് കവി പറയാൻ ശ്രമിക്കുന്നത്. അതിൽ നിന്ന് എല്ലാ ശക്തികളും ഈ ജീവിതത്തിൽ നിന്നും, തൻ്റെ ചുറ്റുപാടുമുള്ള ജീവിതത്തിൽ നിന്നും, ആ ചുറ്റുപാടുമുള്ള ജീവിതത്തിൻ്റെ നൈതിക സമസ്യകളിൽ നിന്ന്, ആ ചുറ്റുപാടുകളുടെ ദീനമായ അവസ്ഥകളിൽ നിന്ന് എന്താണ് തനിക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നത്, എന്താണ് ജീവിതത്തെക്കുറിച്ച് എനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നത് എന്ന് പറയാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അതും തികച്ചും പ്രാദേശികമാവുകയും പ്രാദേശികമാകുന്നത് കൊണ്ട് തന്നെ അത് സാർവജനീനവും സാർവലൗകികവുമായി തീരുകയാണ്. ഞാനാകുമ്പോഴാണ് ഞാൻ വിശ്വപൗരനാകും. എനിക്ക് ഞാനല്ലാതായിക്കൊണ്ട് വിശ്വപൗരനാകാൻ കഴിയില്ല. ഈ പ്രദേശത്തിൻ്റെ ഈ കാലത്ത് വിരിയുന്ന കവിത ആയതുകൊണ്ടാണ് എല്ലാ കാലത്തോടും സംസാരിക്കാൻ കഴിയുന്ന ഒരംശം എങ്കിലേക്കുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധ്യമാവുന്നു. ആ പറച്ചിലിൽ നമ്മൾ യുഗാന്തരങ്ങളായി മനുഷ്യനിൽ നിന്ന് പൊഴിഞ്ഞ ചെറിയ തേങ്ങലുകൾ, മനുഷ്യൻ്റെ ഉത്കണ്ഠകൾ, അവൻ്റെ വേദനകൾ, അവൻ്റെ നിലവിളികളെല്ലാം നമുക്ക് കേൾക്കാൻ കഴിയുകയും ചെയ്യും. ആത്യന്തികമായും മനുഷ്യ ദുഃഖത്തെ അനുകാരം ചെയ്യാനാണ് കവികൾ ശ്രമിക്കുന്നത്, വ്യക്തം ശ്രമിക്കുന്നത് തന്നെയാണ്. ഈ ജീവിതം കാണുന്നത് പോലെ ഈ സന്തോഷങ്ങളൊക്കെ നമ്മൾ അഭിനയിച്ചുണ്ടാക്കുന്നത്, ഈ എല്ലാ സന്തോഷങ്ങളുടെയും അടിയിൽ അഗാധമായ ദുഃഖത്തിൻ്റെ ലോകം കിടക്കുന്നു. ആ ദുഃഖങ്ങളുടെ എരിവാണ്, അതിൻ്റെ തിളയ്ക്കലിലാണ് നമ്മുടെ അസ്തിത്വം അർത്ഥപൂർണമായി തീരുന്നത് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നു. ഈ അല്ലലുകളിൽ നിന്ന്, ഈ ദുഃഖങ്ങളിൽ നിന്ന്, ഈ വറുതുകളിൽ നിന്ന് എങ്ങനെയാണ് സൗന്ദര്യപ്പെടുത്താൻ കഴിയുന്നത്, എങ്ങനെയാണ് മനുഷ്യനെ സംബന്ധിക്കുന്ന ശ്രേഷ്ഠമായ, മഹനീയമായ, ഹൃദ്യമായ ഒരു സങ്കല്പം വിരിയിച്ചെടുക്കാൻ കഴിയുന്നത് അദ്ദേഹം അന്വേഷിക്കുകയും ചെയ്തു. ഒരു വശത്ത് തകർന്നു പോകുന്ന സ്വപ്നങ്ങളെക്കുറിച്ച്, തകർന്നു പോകുന്ന ജീവിതങ്ങളെക്കുറിച്ച്, ബന്ധങ്ങളെക്കുറിച്ച്, അതിൻ്റെ എല്ലാ ആപത്തുകളെക്കുറിച്ചും പറയുകയും ആ ദൈന്യതകൾക്കിടയിൽ നിന്ന് മനുഷ്യത്വത്തിൻ്റെ വലിയ ചിത്രം, ഹൃദയകാരിയായ വർണ്ണ ശബളമായ ചിത്രം അദ്ദേഹം നമുക്ക് നൽകുകയും ചെയ്യും. ഇങ്ങനെ മനുഷ്യത്വത്തിൻ്റെ ചിത്രം, എന്താവണം മനുഷ്യൻ എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ സങ്കല്പം നമ്മുടെ ഹൃദയത്തിൽ വിടർത്ത് നിർത്തിക്കൊണ്ടാണ് മേത്തിരിയുടെ കവിത മുമ്പോട്ട് പോകുന്നത് എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. അത് അതിൻ്റേതായ വരിഷ്ഠമായ പല മാതൃകളും സൂക്ഷിക്കുന്നു. ചില സമയത്ത് അത് ചിത്രങ്ങളാണ്, ചിലപ്പോൾ നാടകങ്ങളാണ്, ചിലപ്പോൾ പ്രാചീനമായ ഒരു മിത്തിൻ്റെ വടിവിലത് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു. പ്രാചീനമായ മിത്തിൻ്റെ വടിവിലായിരിക്കുമ്പോഴും ആ വടിവിൽ നിന്നുകൊണ്ട് പുതിയ കാലത്തെക്കുറിച്ച്, പുതിയ ലോകത്തെക്കുറിച്ച്, പുതിയ ജീവിത വ്യവസ്ഥയെക്കുറിച്ച് നമ്മളോട് പറയാൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ നാം കാണാത്ത ഏതൊക്കെയോ ചില മുഖങ്ങളിലേക്ക്, ഏതൊക്കെയോ ചില സത്യങ്ങളിലേക്ക് നമ്മുടെ അന്തർദൃഷ്ടികളെ തിരിച്ചു നിർത്താൻ ഉദ്യമിച്ചുകൊണ്ട് ഈ കവിതകൾ സഫലമായി തീരുകയും ചെയ്തു. ഇങ്ങനെ ഒരു കവിയുടെ കൃതികളെക്കുറിച്ചുള്ള 42 പഠനങ്ങൾ സമാഹരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇതൊക്കെ ഈ പുതിയ സമാഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ പഠന ഗ്രന്ഥത്തിന് വേണ്ടി എഴുതി ഉണ്ടാക്കിയതല്ല. ഓരോ സന്ദർഭത്തിലായി ഓരോരുത്തർ
അങ്ങനെ തോന്നിയത് പോലെ എഴുതിയുണ്ടാക്കിയതാണ്. പക്ഷേ പ്രേരണ ഈ ഗ്രന്ഥമല്ല. ഈ കവിത ഓരോരോ സന്ദർഭത്തിൽ തൻ്റെ മനസ്സിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നതിൻ്റെ രേഖ ഓരോരുത്തർ ഓരോ സന്ദർഭത്തിൽ എഴുതി പ്രസിദ്ധീകരിച്ചതാണ്. അവയെല്ലാം തേടി പിടിച്ച് ഇങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വലിയ കവി ഉണ്ടാകുന്നു. പലപ്പോഴും ഈ തരം കവികളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവാറില്ല. ഇവർക്ക് ഇങ്ങനെ നമുക്ക് വലിയ പ്രസ്ഥാന നായകന്മാരെ കുറിച്ചുള്ള ചർച്ച മാത്രമേ ഉണ്ടാവാറുള്ളൂ. വലിയ കവികളാണെങ്കിൽ നമ്മൾ ചർച്ചകൾ ധാരാളമായി നടത്തും. അങ്ങനെ ഓടി പടഞ്ഞ് മുമ്പിൽ നിൽക്കേണ്ടതുണ്ട് എന്ന് ശ്രദ്ധിക്കാത്ത ഒരു കവിയെക്കുറിച്ച് ഇത്തരം ചർച്ചകൾ ഉണ്ടാവുന്നു. വലിയ കാര്യമാണ്. ഈ പുസ്തകം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് പുസ്തകം വെക്കറിനെ കുറിച്ചുള്ള പുസ്തകമാണെന്നല്ലാത്തതുകൊണ്ട് കവിതകളെക്കുറിച്ച് സാനുവാസ് എഴുതിയ പുസ്തകമാണെന്നാണ്. അത് അവിടെയും അവിടെ ഒളിഞ്ഞു നിൽക്കാനാണ് ശ്രമിക്കുന്നത്. താൻ പിന്നിൽ മതി, താൻ ഇങ്ങനെ മുമ്പിലേക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിത്വമല്ല എന്ന് വിചാരിക്കുന്നു. പിന്നിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴൊക്കെയും നമ്മൾ മുമ്പോട്ട് ആണ് നടക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാലത്തിൻ്റെ വേദനകളും കാലത്തിൻ്റെ ഉത്കണ്ഠകളും വളരെ ചാരുവായ ഭാഷയിൽ പകർന്ന് നമ്മൾ ഈ ദരിദ്രമായ മലയാള കവിതാ ലോകത്തെ സമ്പന്നമാക്കി തീർക്കാൻ എൻ്റെ മാന്യ സ്നേഹിതൻ ഗവൺമെൻറ്റിലേക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥന മാത്രം അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ പരിപാടി ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. കേരളത്തിൻ്റെ അഭിമാനം, പ്രശസ്തനായ സാഹിത്യ വിമർശകൻ പ്രൊഫസർ MK സാനു മാസ്റ്റർ എഡിറ്റ് ചെയ്ത പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്ന് ഏറെ സന്തോഷത്തോടെ ഈ ധന്യ നിമിഷത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ സ്വാഗതം ചെയ്യുന്നു. സാംസ്കാരിക നായകൻ അദ്ദേഹത്തിന് നിങ്ങളെല്ലാവരുടെയും പേരിൽ നിങ്ങളെല്ലാവരുടെയും ആശീർവാദത്തോടെയും അനുവാദത്തോടെയും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാര ജേതാവ്, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ്, കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുരസ്കാര ജേതാവ്, കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാര ജേതാവ്, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ്. ഞങ്ങൾക്ക് ആനന്ദലബ്ധിക്ക് ഇനിയെന്ത് വേണം? നമിക്കുകയാണ് കൊടുങ്ങല്ലൂരിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള വ്യക്തിത്വങ്ങൾ. കടക്കാം നമുക്ക് പ്രകാശന വേളയിലേക്ക്. ജലസ്തൂപങ്ങളിൽ നാട്ടിയ മഴവിൽ കൊടികൾ പ്രകാശനം ചെയ്യപ്പെടുന്നു. സ്വീകരിക്കുന്നത് പ്രശസ്ത നിരൂപകൻ ശ്രീ ബാലചന്ദ്രൻ വടക്കേടത്ത് സാറിനെ സാദരം സാഭിമാനം ക്ഷണിക്കുന്നു. വിശിഷ്ടമായ ചടങ്ങ് എന്ന് ഞാൻ പറയുന്നത് സദസ്യരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാം എന്നേക്കാൾ പ്രഗത്ഭരും മലയാളത്തിൽ പ്രശസ്തരായ എഴുത്തുകാരും വിമർശന മേഖലയിൽ വ്യക്തിത്വം സ്ഥാപിച്ചവരാണ് അവരെല്ലാവരും തന്നെ. അത്രയും ആളുകൾ ഒരുമിച്ച് ഇവിടെ കൂടിയിരിക്കുന്നു എന്നത് ബക്കർ മേഖലയുടെ പ്രാധാന്യത്തെയാണ് പ്രഖ്യാപിക്കുന്നത്. ഈ സമാഹാരത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് വളരെ ലളിതമായ ഒരു സംഗതിയാണ്. പണ്ട് ഒരു പാശ്ചാത്യ കവിയുടെ പുസ്തകം പരാമർശിച്ചുകൊണ്ട്, കവിതകൾ പരാമർശിച്ചുകൊണ്ട് പ്രശസ്തനായ ഒരു നിരൂപകൻ ഒരു വാക്യം എഴുതുകയുണ്ടായി. ഈ പുസ്തകം ആര് സ്പർശിക്കുന്നുവോ അയാൾ ഒരു വ്യക്തിയെയാണ് സ്പർശിക്കുന്നത്. നല്ല വാക്യമാണ്. ഈ പുസ്തകം ആര് സ്പർശിക്കുന്നുവോ അയാൾ ഒരു വ്യക്തിയെയാണ് സ്പർശിക്കുന്നത്. വ്യക്തി എന്നതുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം എന്നർത്ഥം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇന്ന ഒരാളിൻ്റെ കഥകൾ വായിച്ചാൽ മതി, കൃതികൾ വായിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രോഗി മിണ്ടാതിരുന്ന് കുറച്ചു നേരം, എന്താ നിങ്ങൾ മിണ്ടാതിരിക്കുന്ന, വായിക്കുന്ന ശീലയില്ലേ? ഇല്ല, ആ കൃതിയിൽ എഴുതിയത് ഞാൻ തന്നെയാണ്. ഞാൻ കൃതിയിൽ എഴുതിയത് ആളുകളെ ചിരിപ്പിക്കുന്നതാണ്, ആളുകളെ സന്തുഷ്ടരാക്കുന്നതാണ്. പക്ഷെ ആ സന്ദർഭങ്ങളിലൊക്കെയും എൻ്റെ ഹൃദയം കരയുകയായിരുന്നു
മൂകമായി വിലപിക്കുകയായിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ എല്ലാവരും കാണണമെന്നില്ലെങ്കിലും ബക്കർ മേത്തലയുടെ കവിതകളിലും അദ്ദേഹത്തിൻ്റെ ആന്തരിക ജീവിതത്തിൻ്റെ വൈചിത്ര്യങ്ങളും അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പണ്ട് ഒരു പുസ്തകം ഞാൻ പ്രകാശിപ്പിച്ചത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ കുറിച്ചുള്ള ഒരു ബാലസാഹിത്യ കൃതിയാണ് എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. ആ ബാലസാഹിത്യ കൃതിയിൽ ബക്കർ മേത്തലയുടെ കവന വ്യക്തിത്വമല്ല, അദ്ദേഹത്തിൻ്റെ ബക്കർ മേത്തലയെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അനന്തമായ ആന്തരിക ലോകത്തിൻ്റെ സവിശേഷതകളും സ്പർശിച്ചറിയാൻ കഴിയുന്നു എന്നതാണ് ഒരു പ്രത്യേകത. അത് എത്തരത്തിലുള്ളതാണെന്നുള്ളതാണ് അതിൻ്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത്. ജലസ്തൂപങ്ങളിൽ നാട്ടിയ മഴവിൽ കൊടികൾ. അതിനെ നിങ്ങൾക്ക് അർത്ഥം പറയാം. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ എൻ്റെ അർത്ഥം പറയാൻ പറ്റില്ല. എന്നാൽ അർത്ഥമില്ലേ ഉണ്ട് താനും. അത് നിങ്ങളുടെ ഏതോ ഒരു സൂക്ഷ്മാംശത്തിലൂടെ തിരിച്ചറിയുകയാണ്. ഒരുപക്ഷെ ഒരു കാന്തദൃഷ്ടിയോടുകൂടി നിങ്ങൾ തിരിച്ചറിയുകയാണ് ചെയ്യും. ആ രീതിയിൽ ഒരു തലക്കെട്ട് മാത്രമേ അദ്ദേഹത്തിൻ്റെ കവിതകളെ സംബന്ധിച്ച് ഇണങ്ങുകയുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. പണ്ട് കുട്ടിക്കൃഷ്ണമാരാരെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്ന ഒരു എതിരഭിപ്രായം എന്നുള്ളത്, അദ്ദേഹമൊന്നും പുതിയ തലമുറയെക്കുറിച്ച് എഴുതിയിട്ടില്ല, അദ്ദേഹമൊന്നും പഴയ തലമുറയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഒരു വിമർശനം ഒരു കാലത്തുണ്ടായിരുന്നു. മലയാളത്തിലെ നിരൂപകരെ കുറിച്ചും അതുണ്ട്. പക്ഷെ മലയാളത്തിലെ നിരൂപകർ അങ്ങനെയാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. മാരാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും മാരാര് പുതിയ തലമുറയിലെ ആളുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട് എം തോമസ് മാത്യു. അദ്ദേഹം എഴുതിയ നിരൂപണം ഉദ്ധരിച്ചുകൊണ്ടാണ് ഒരിക്കൽ പുതിയ തലമുറയുടെ നിരൂപണത്തെക്കുറിച്ച് മാരാർ സൂചിപ്പിച്ചത്. അപ്പം അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് സനുമാഷ് സൂചിപ്പിക്കുന്ന ഈ ഒരു സമീപനം വാസ്തവത്തിൽ മലയാളത്തിൽ വിമർശനം പുലർത്തേണ്ട ഒരു സമീപനമാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയം. ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് പുറകെ വരുന്ന അല്ലെങ്കിൽ പുതിയ ആളുകളെ നമ്മൾ പരിചയപ്പെടുത്തുകയും അവരെ കവിതകളോ അവരെ സാഹിത്യങ്ങളോ ഒക്കെ വായിക്കുകയും അതിനെക്കുറിച്ച് മുതിർന്ന് തീരുമ്പോൾ പറയുകയും ചെയ്യുന്ന ഒരു ശീലം നല്ലതാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മുടെ മുതിർന്ന വിമർശകർക്ക് ചില പ്രശ്നങ്ങൾ, അവർ കവികളെക്കുറിച്ചോ കഥാകാരന്മാരെ കുറിച്ചോ ഒക്കെ പുതിയ തലമുറയുള്ളവരെ കുറിച്ച് പറയും. മലയാളം അധ്യാപികയായിരുന്നു ടീച്ചർ. അവിടുത്തെ പഠിതാവായിരുന്നു ബക്കർ മേത്തല സർ. ഇന്ന് ഈ ചടങ്ങ് ഏറെ സന്തോഷം നൽകുന്നു. അധ്യക്ഷനായ ശ്രീ പി രാമൻകുട്ടി, ശ്രീ തുമ്പൂർ ലോഹിതാക്ഷൻ, പുസ്തക പ്രകാശനം നടത്തിയ ആദരണീയനായ എൻ്റെ പ്രിയ ഗുരുനാഥൻ തോമസ് സനുമാഷ്, ഉദ്ഘാടന പ്രസംഗം നടത്തിയ എൻ്റെ പ്രിയ ഗുരുനാഥൻ തോമസ് മാത്യു സാർ, പുസ്തകം സ്വീകരിച്ച ബാലചന്ദ്രൻ വടക്കേടത്ത്, പുസ്തക പരിചയം നടത്തിയ ശ്രീ E.D. ഡേവിസ്, ശ്രീ സെബാസ്റ്റ്യൻ, വേദിയിലുള്ള മറ്റ് ആദരണീയരായ ഗുരുജനങ്ങളെ, സദസ്സിലുള്ള ആദരണീയ വ്യക്തിത്വങ്ങളെ, ഗുരുജനങ്ങളെ, സുമനസ്സുകളെ, സഹൃദയരെ, കൊടുങ്ങല്ലൂർ കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വന്ന് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം തന്ന ഇതിൻ്റെ സംഘാടക സമിതിക്ക് ഞാൻ ആദ്യമായിട്ട് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തട്ടെ. സനുമാഷ് ഈ പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ ഇതിൻ്റെ പേരിനെ പറ്റി പറഞ്ഞു. ജലസ്തൂപങ്ങളിൽ നാട്ടിയ മഴവിൽ കൊടികൾ. ആദ്യം ഈ പുസ്തകത്തിന്റെ പേര് ഇങ്ങനെ കേട്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. മഴവിൽ കൊടി അല്ലേ, നമ്മൾ സാധാരണ ഒന്നല്ലേ കാണുള്ളൂ. മഴവിൽ കൊടികൾ എന്ന് കണ്ടത് എന്താണ്? മാഷ് നേരത്തെ പറഞ്ഞു ക്രാന്തദർശികളാണ് പേരിടുക എന്ന്. പുസ്തകം മറിച്ച് ആദ്യത്തെ ഇതിൽ തന്നെ നോക്കിയപ്പോ എനിക്കൊരു ഗണിത സൂചികയാണ് കിട്ടിയത്. അതായത് ഇതിനകത്ത് മഴവില്ലിൽ 7 നിറമാണുള്ളതെന്ന് നമുക്കറിയാല്ലേ. അപ്പൊ 7 നിറങ്ങളുള്ള മഴവില്ലിൽ എത്ര എണ്ണം ഉണ്ട്? ഇതിനകത്ത് 6 എണ്ണം ഉണ്ട്. 42 പഠനങ്ങളാണുള്ളത്. ബക്കറിന്റെ കടൽ ജലം കവിത കാണുന്നത്.
അതിനകത്ത് മീസാൻ കല്ലുകൾ എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്. അത് വായിച്ചപ്പോൾ ശരിക്കും എനിക്ക് അത്ഭുതപ്പെട്ടു. ഞാൻ ഈ കവിത അത് നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ. അല്ലെങ്കിൽ ആ സൗന്ദര്യശാസ്ത്രം, ഭ്രാന്തിന്റെ സൗന്ദര്യശാസ്ത്രം, ആശാന്റെ ലീലയും ചങ്ങമ്പുഴയുടെ ഉന്മാദത്തിന്റെ ഓടക്കുഴലും വൈലോപ്പിള്ളിയുടെ സഖ്യന്റെ മകനും എല്ലാം ചേർത്തിട്ടാണ് അതിനകത്ത് എഴുതിയത്. അതിനകത്ത് പറയുന്ന ആ സൗന്ദര്യശാസ്ത്രത്തെ ശരിയായിട്ട് ആ മീസാൻ കല്ലുകളിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് ഒന്നാന്തരം ഒരു ഇതിഹാസ കവനമാണ്. നമുക്ക് ആരുടെ മുൻപിലും ലീലയോ ആശാന്റെ ലീലയോടൊപ്പമോ ചങ്ങമ്പുഴയുടെ കൃതികൾക്കൊപ്പമോ എടുത്തു നിൽക്കാൻ പറ്റുന്ന ഒരു ഇതിഹാസ കവനം. നിങ്ങൾ അതൊന്ന് എല്ലാവരും വായിച്ചു നോക്കിയാൽ തന്നെ അതിന് മനസ്സിലാവും. അതെന്താണ്? ഒരു പെൺമയുടെ കവിത തന്നെയാണ്, പക്ഷെ അതിൽ മനഃശാസ്ത്ര സത്യങ്ങളുടെ ആഴങ്ങളുണ്ട്. ഇതിന്റെ പല കവിതകളിലും ഒരു മനഃശാസ്ത്ര പഠനം വന്നിട്ടില്ല എന്ന് എനിക്കിത് മറിച്ചു നോക്കിയപ്പോൾ തോന്നി. എനിക്ക് തോന്നുന്നു ബക്കർ അത്തരത്തിലുള്ള ഒരു പഠനം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്ന്. അതിൽ ഇത്താത്ത, സുന്ദരിയായ ഇത്താത്ത ഭ്രാന്ത് പിടിക്കുന്നതാണ്. അവൾക്ക് പ്രണയമുണ്ടായിരുന്നു, പക്ഷെ ആ പ്രണയം അവളുടെ വല്യുപ്പ സമ്മതിച്ചില്ല. ആ വല്യുപ്പയാണെങ്കിലോ ഇണയേറെ തിന്നിട്ടുള്ള വല്യുപ്പയാണ്, പക്ഷേ അസർമുല്ല വിരിഞ്ഞ ഈ പ്രണയത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. എന്നിട്ട് അതിന് ചുറ്റുപാടും അതിന് പറ്റിയ സാഹചര്യങ്ങൾ, അന്തരീക്ഷം. അവൾക്ക് എപ്പോഴാണ് ഭ്രാന്ത് പിടിക്കുന്നത്? ഒരു 8 ആൾ തന്നെ ആഴമുള്ള കുളത്തിൽ കുളിക്കുമ്പോഴാണ് ഭ്രാന്ത് പിടിച്ചത്. അങ്ങനെ ആ ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മനസ്സിന്റെ ആഴങ്ങളൊക്കെ ഒരുപാട് അർത്ഥതലങ്ങളുള്ളതാണ്. അധികം വിസ്തരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ ഇപ്പൊ പറയുന്നില്ല. എങ്കിലും അങ്ങനെ ഭ്രാന്ത് പിടിച്ച് കുളത്തിൽ നിന്നും വരുന്ന ഇത്താത്തയ്ക്ക് കുറുക്കുകൾ എഴുതി കെട്ടി ഇത് ഭ്രാന്ത് മാറ്റാൻ നോക്കുന്ന നാടൻ രീതികൾ. പക്ഷെ അതെല്ലാം വലിച്ചെറിഞ്ഞ്, ഉറുക്കുകൾ എഴുതി വസ്തിപ്പിഞ്ഞാണൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് അവളവിടെ പൊട്ടിച്ചിരിക്കുകയാണ്. ഭ്രാന്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു അവതരണമാണ് പൊട്ടിച്ചിരി എന്ന് നമുക്കറിയാം, അല്ലെ? അർത്ഥമൊന്നും അറിയാം, നമുക്കറിയാതെ പൊട്ടിച്ചിരിക്കും. പക്ഷെ അവസാനം ഇവള് ജീവിതം വാനത്തിലെ ഒരു ഒഴിഞ്ഞ കോണില് താരകമായി മാറുന്ന ചിത്രം വളരെ ഭംഗിയായിട്ട് ഒരു അറബിക്കഥയുടെ ചേലില് മനോഹരമായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഭംഗിയായ പര്യവസാനം വരുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഒരുപാട് കവിതകളെ പറ്റിയുള്ള പരാമർശങ്ങൾ നടത്താവുന്നതാണ്. എങ്കിലും സമയപരിമിതി മൂലം ഞാനിത് ചുരുക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ വളരെ സാനുമാഷ ആദ്യം സൂചിപ്പിച്ച പോലെ ഉൾക്കാമ്പുള്ള കവിത നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും, ആ പേര് ശില്പം കാണുന്നത് പോലെ ഏത് തരത്തിൽ വേണമെങ്കിലും അതിനെ ആസ്വദിക്കാൻ കഴിയും. വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടേതായ ഒരു വീക്ഷണത്തിൽ ആ കവിതയെ കാണാൻ കഴിയും എന്നുള്ളതാണ് ബക്കർ കവിതകളുടെ സവിശേഷത. ഇനിയും ഈ ഉത്തരോത്തരം കവിതകൾ എഴുതി മലയാള സാഹിത്യത്തെ സമ്പുഷ്ടമാക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നും ഇത്തരം നിരൂപണ ഗ്രന്ഥങ്ങളുടെ പ്രകാശനത്തിലൂടെ മലയാള സാഹിത്യത്തിൻ്റെ കുലപതിയായി വിരാജിക്കുന്ന സാനുമാഷ് ഈ വീണ്ടും ഇത്തരത്തില് ഉജ്ജ്വലമായ കവിതകൾ എഴുതുന്ന യുവ നിരൂപകരെ, യുവ സാഹിത്യകാരന്മാരെ കണ്ടെത്തട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രൊഫസർ MK സാനു മാസ്റ്റർ സഹർഷം ജന്മനാട് സ്വീകരിക്കുകയാണ്. ഈ കവിതകൾ അത് എഡിറ്റ് ചെയ്ത് മഹത്തരമാക്കിയതിന് ഞങ്ങളുടെ നന്ദി. ഔപചാരികമായ പുസ്തക പ്രകാശന ചടങ്ങ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ അക്കാപുൽകോ പബ്ലിക്കേഷൻസ് കേരളത്തിൻ്റെ മലയാള ഭാഷയ്ക്ക് സമ്മാനിച്ച ഈ പുസ്തകത്തിൻ്റെ പ്രകാശന വേളയിലെ ഔപചാരികമായ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ശ്രീ PL തോമസ് കുട്ടി. ബക്കർ മേത്തലയുടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ രചനാലോകം നമ്മുടെ കാലഘട്ടത്തിൻ്റെ കാലുഷ്യങ്ങൾക്കുള്ളൊരു പ്രതിരോധമാണ് എന്ന്
തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം ഇവിടെ നിറവേറ്റപ്പെട്ടിട്ടുള്ളത് എന്ന് അതിൻ്റെ ഉള്ളടക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കും. ഈ പുസ്തകം സാധാരണ ഒരു പുസ്തകത്തിൽ നിന്ന് തന്നെ വ്യത്യസ്തമായി കവിതാ പഠനങ്ങളുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസിദ്ധമായ കവിതകളുണ്ട്, എൻ്റെ പുസ്തകങ്ങൾക്കുള്ള അവതാരികകളുണ്ട്, കവിതകൾ തന്നെ അതിൽ വിവർത്തന കവിതകളുണ്ട്, ഇംഗ്ലീഷിലുള്ള കവിതയും തമിഴിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള കവിതയുണ്ട്. ഓരോ കവിതയ്ക്കും ഓരോ സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചിത്രമെഴുത്തുകളുണ്ട്. ആ രീതിയിൽ 21 മനോഹരമായ അർത്ഥസമ്പുഷ്ടമായ ചിത്രങ്ങളുണ്ട്. ഇങ്ങനെ നാനാതലത്തിൽ ബക്കറിൻ്റെ കവിതകളെ വായിക്കുന്നതാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിലെ അദ്ദേഹത്തിൻ്റെ കഥാകാവ്യമായിട്ടുള്ള ഇന്നത്തെ ചെമ്മാരിയെ തന്നെ സംബന്ധിച്ച് ഏതാണ്ട് 5-6 പഠനങ്ങളുണ്ടെന്ന് തോന്നുന്നു. ആ പുസ്തകം ഇറങ്ങുന്ന കാലത്ത് തന്നെ, കഥാകാവ്യം ഇറങ്ങുന്ന കാലത്ത് തന്നെ ഒട്ടേറെ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കാവ്യ പാരമ്പര്യവുമായി പല നിലയ്ക്കും ഇണങ്ങി നിൽക്കുന്ന ഒരു കാവ്യം ഒരുപക്ഷെ അധികം ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല. ഒരു പഴങ്കഥ പറഞ്ഞു എന്നുള്ള രീതിയിൽ, ഒരു സാധാരണ കവി പറഞ്ഞു എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പലവരും അതിനെ സമീപിച്ചിട്ടുള്ളത്. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് ആ കവിതയ്ക്ക്, ആ കഥാകാവ്യത്തിന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ചില അയുക്തികമായ ഒരു ശില്പമാണെന്ന് തോന്നാമെങ്കിലും പക്ഷെ അത് ഒരു സൂക്ഷ്മവായനയ്ക്ക് വിധേയമാക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ കവിതയിൽ ഒരു മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ തീവ്ര വേദനയുടെ ഒരു ആവിഷ്കാരമുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പാപത്തിൻ്റെതായ കറപുരണ്ട ഒരു അച്ഛൻ്റെ പശ്ചാത്താപത്തിൻ്റെ, സാന്ദ്രമായ ഒരു പശ്ചാത്താപത്തിൻ്റെ ഒരു വരികളുണ്ട്. ആ കവിത ഒരേ സമയം നമ്മുടെ സാമൂഹ്യ നീതിയെക്കുറിച്ചുള്ള വളരെ ഉദാത്തമായ ചില സങ്കല്പങ്ങളിലേക്ക് ഒരു ചെറിയ കവിതയാണെങ്കിലും അത് നമ്മൾ ഉണർത്തുന്നുണ്ട്. ദൈവത്തോട് മാപ്പിരക്കുന്ന സന്ദർഭത്തിൽ ചെമ്മാരി ദൈവത്തോട് മാപ്പിരക്കുന്ന സന്ദർഭത്തിൽ ദൈവം പറയുന്നത് ആ അമ്മയോട് ചോദിക്കാനാണ്. അങ്ങനെ ഒരു ദൈവസങ്കല്പം നമ്മുടെ നാട്ടിൽ ദൈവത്തോട് എന്ത് അഭ്യർത്ഥിച്ചാലും, എന്ത് തിന്മ ചെയ്തിട്ട് എന്ന് അഭ്യർത്ഥിച്ചാലും ഇടം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ദൈവസങ്കല്പമാണ് നമ്മുടെ നാട്ടിൽ പൊതുബോധത്തിലൊക്കെ ഉള്ളത്. പക്ഷെ അതിലൊക്കെ അപ്പുറത്ത് തൻ്റെ ആ അമ്മയോടാണ് ചോദിക്കേണ്ടത് എന്ന് ദൈവം പറയുമ്പോൾ ആ അമ്മ പറയുന്നതോ അതിനപ്പുറത്താണ്. ഒരമ്മയ്ക്കും സഹിക്കാൻ വയ്യാത്ത ഈ കാര്യം തൻ്റെ ഉണ്ണിയുടെ മുൻപിലാണ് മാപ്പിരക്കേണ്ടതെന്ന് പറയും. ഉണ്ണി എന്താ ചെയ്യുന്നത്? അച്ഛൻ ഇത്രമാത്രം പാതാളത്തോളം താഴാൻ പാടില്ല, അച്ഛൻ ചെയ്തത് വലിയ തെറ്റാണെങ്കിലും എന്ന് പറയുന്ന ഒരു ഉണ്ണിയുടെ അച്ഛൻ്റെ ദുർഭൂതത്തിൽ നിന്ന്, അമ്മയുടെ തീവ്രമായ വേദനയിൽ നിന്നുണ്ടായ ശാപത്തിൽ നിന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഉണ്ടായ ഒരു ദുർഭൂതത്തെ സദ്ഭൂതമാക്കി മാറ്റുകയാണ് ഉണ്ണിയുടെ മനസ്സും. പശ്ചാത്താപത്തിൻ്റെ ഒരു രൂപാന്തര പരിണാമവും ആ രീതിയിലാണ് സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യ സങ്കല്പത്തെക്കുറിച്ച്, ജീവിത സംസ്കാരത്തെക്കുറിച്ച് ഒക്കെ തന്നെ വളരെ ഉദാത്തമായ ചില ചോദ്യങ്ങൾ അതിൻ്റെ സൂക്ഷ്മമായ വായനയിൽ നിന്ന് ലഭിക്കും. അത്തരത്തിലുള്ള ചില പഠനങ്ങൾ ഇതിലുണ്ട്. സുനിൽ പി. ഇളയിടവും
MV ദേവനും KEനും S ജോസഫും KP ശങ്കരനും NK ദേശവും തനുജ ഭട്ടത്തിരിയും NM പിയേഴ്സണും തുടങ്ങിയ ഒട്ടേറെ ആളുകൾ ഈ പുസ്തകത്തിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ ദൈക്ഷണിക മണ്ഡലത്തിലെ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയാവുന്ന രീതിയിലുള്ള ആളുകളൊക്കെ തന്നെ ഈ ബക്കറിൻ്റെ കവിതയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെ എല്ലാം ചേർത്ത് സാധാരണ താൻ എന്താണെന്ന് വെളിപ്പെടുത്താൻ ഇങ്ങനെ മടിച്ച് നടക്കുന്ന ഒരു നാട്ടിൻപുറക്കാരൻ കവി എന്നുള്ള രീതിയിൽ പെരുമാറുന്ന ബക്കറിനെ സംബന്ധിച്ച് ഇങ്ങനെ എല്ലാം കൂടി കളക്ട് ചെയ്തൊരു പുസ്തകം ഉണ്ടാകുന്നത് വളരെ ഉചിതമായ കാര്യമാണ്. അതുകൊണ്ടാണ് ആ പുസ്തകം ഈ രീതിയിൽ ഉണ്ടാക്കുന്നതിന് ഞങ്ങളെല്ലാവരും ചേർന്ന് ഉത്സാഹിച്ചത്. ഈ പുസ്തകത്തെ നിങ്ങളെല്ലാവരും ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും ബക്കറിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ കാവ്യ ആത്മകമായ ജീവിതത്തിൻ്റെ ഒരു പ്രകാശനം മാത്രമായി ഇതിനെടുക്കേണ്ടതില്ല. തീർച്ചയായിട്ടും ഒരു ഗാനരചയിതാവ് എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ ദൃശ്യകലയുടെ മറ്റ് തലങ്ങളിൽ ഏർപ്പെടുന്ന ആവിഷ്കാരങ്ങളിൽ ഏർപ്പെടുന്ന ഒരു കവി എന്നുള്ള നിലയ്ക്ക്, ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക്, അതുപോലെ തന്നെ ഈ കൊടുങ്ങല്ലൂരിൻ്റെ പാരമ്പര്യത്തെ തീർച്ചയായിട്ടും ഈ ഇന്നത്തെ അത്യന്തം കലുഷമായിട്ടുള്ള ഈ കറുത്ത കാലത്ത് തീർച്ചയായിട്ടും ഒരു മതേതര ദേശീയതയുടെ ഒരു ഐഡൻറ്റിറ്റി, അസ്കർ അലി എഞ്ചിനീയറൊക്കെ പറയുന്നത് പോലെയുള്ള, ചൂണ്ടിക്കാണിക്കുന്നത് പോലെയുള്ള ഒരു ഐഡൻറ്റിറ്റി എനിക്ക് ബക്കറിൽ ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 10-20 കൊല്ലക്കാലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ കൊടുങ്ങല്ലൂരിനൊരു സൂഫി പാരമ്പര്യം ഉണ്ടെങ്കിൽ ആ സമകാലികമായ ആ പാരമ്പര്യത്തിൻ്റെ ഒരു കണ്ണിയായിട്ട് പോലെ എനിക്ക് വിശേഷിപ്പിക്കാനാണ് ബക്കറിനെ കുറിച്ച് തോന്നുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കാലത്ത് എല്ലാ മതങ്ങളിലെ നന്മകളെ കാണുകയും എല്ലാ മനുഷ്യരുമായിട്ട് ഒത്തുപെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പൊതുമണ്ഡലത്തിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ എത്രമാത്രം വിശാലമാണ്, നമ്മുടെ വിശാലമായ കൂട്ടായ്മയും മാനവീയതയെക്കുറിച്ചൊക്കെ പറയുമ്പോഴും അത് കക്ഷിരാഷ്ട്രീയ സംഘീയത്വങ്ങൾക്കപ്പുറത്ത്, മതപരമായ സംഘീയതകൾക്കപ്പുറത്ത് സാധ്യമാക്കുക എന്നുള്ളത് ജീവിതത്തിൽ തൻ്റെ സാംസ്കാരിക പ്രവർത്തനം കൊണ്ട് സാധ്യമാക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. അത് സാധ്യമാക്കിയ ഒരാളാണ് ബക്കർ. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊടുങ്ങല്ലൂരിന് ഒരു സമകാലികമായ ഒരു സൂഫി പാരമ്പര്യമുണ്ട് എന്ന്, അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ പാരമ്പര്യത്തിൻ്റെ ഒരു ദൃഢമായ കണ്ണിയാണ് ബക്കർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ പുസ്തകം എല്ലാവരും വായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കാര്യങ്ങൾ, ഈ പുസ്തകത്തിന് 500 രൂപയാണ് വില. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ള അൽക്കാ പുൽക്കോ പബ്ലിക്കേഷൻസ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സമാഹരണ ജോലികളിൽ പങ്കുകൊണ്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട സാനു മാഷാണ്. നേരത്തെ സൂചിപ്പിക്കേണ്ടായി. ഈ പുസ്തകം എല്ലാവരും വാങ്ങി സഹായിക്കണം. ഇന്ന് 300 രൂപയാണ് വില. അൽക്കോ പുൽക്കോ പബ്ലിക്കേഷൻസിൻ്റെ ഈ പുസ്തകം എല്ലാവരും വാങ്ങി സഹായിക്കണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ചില ചിത്രങ്ങൾക്ക് ജീവൻ നൽകുകയാണ്. ശ്രീ സുധി. ഒരു കവിയുടെ കവിതയെക്കുറിച്ച് 42 പേർ എഴുതുക, പ്രശസ്തരായ ചിത്രകാരന്മാരും കവികളും അതിൽ ആ കവിതകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ബക്കർ മേത്തലയുടെ കവിതയെക്കുറിച്ച് വരയ്ക്കുക, സർവോപരി സാനുമാഷെ പോലുള്ള അതിപ്രഗത്ഭനായ സാഹിത്യ ഗുരുനാഥൻ്റെ എഡിറ്റിങ്ങോടെ ഒരു പുസ്തകം ഇറങ്ങുക എന്നുള്ളത് അപൂർവമായ ഒരു സംഗതിയാണ്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ളൊരു പുസ്തകം മലയാളത്തിൽ ആദ്യമാണ് എന്നാണ്. കാരണം ഒരുപാട് കാവ്യനിരൂപണ ഗ്രന്ഥങ്ങൾ, പലരും എഴുതിയ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ കഥകളെക്കുറിച്ചും നോവലിനെ കുറിച്ചെല്ലാം പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ചിത്രങ്ങളും അതിമനോഹരമായ ചിത്രങ്ങളും
ചെറു ചെറു കുറിപ്പുകളും പഠനങ്ങളും അഭിമുഖവും എല്ലാമുള്ള അപൂർവതയാർന്ന ഒരു ഗ്രന്ഥം, മനോഹരമായ ഗ്രന്ഥം ആദ്യമാണ് എന്നാണ് എൻ്റെ ഒരു പരിചയക്കുറവുണ്ടായിരിക്കാം. ഞാൻ പുസ്തകങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ്, പക്ഷേ ഇത് ഒരു വ്യത്യസ്തമായ പുസ്തകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബക്രമേഖല എന്ന കവിക്ക് ഇനി വളരെയേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. കാരണം ഇതിൽ എഴുതിയിരിക്കുന്നത് ഒട്ടേറെ പ്രഗത്ഭരായ സാഹിത്യ നിരൂപകരും കവികളെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഈ ചിത്രങ്ങളെക്കുറിച്ച് വരച്ചിട്ടുള്ളതും കവികൾ വരച്ചിട്ടുണ്ട്, വളരെ പ്രശസ്തരായ ചിത്രകാരന്മാർ വരച്ചിട്ടുണ്ട്, കൊടുങ്ങല്ലൂർ തന്നെയുള്ള അതിപ്രശസ്തരായ ചിത്രകാരന്മാർ വരച്ചിട്ടുണ്ട്. അങ്ങനെ അപൂർവതയാർന്നൊരു പുസ്തകം. അദ്ദേഹത്തിൻ്റെ ബക്രമേഖലയുടെ എഴുത്തിൽ നിന്നും ഇനിയും വളരെ ഉത്തമമായ കവിതകൾ മലയാളം പ്രതീക്ഷിക്കുന്നു എന്ന് ഈ ചെറു ചെറു കുറിപ്പുകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വ്യത്യസ്തമായ പുസ്തകം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ 3 പേർക്ക് നമ്മൾ പുസ്തകം സമ്മാനിച്ചു, ചിത്രകാരന്മാർക്ക്. ഇതിലെ ചിത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പുസ്തകങ്ങൾ വാങ്ങി നോക്കണം. ചിത്രങ്ങൾ അതിമനോഹരമായ ചിത്രങ്ങളാണ്. കവിത പോലെ ആഴമുള്ള, ഔന്നിത്യമുള്ള, പരപ്പുള്ള ചിത്രങ്ങളാണ് ഇതിൽ വരച്ചിട്ടുള്ളത്. ആ ചിത്രങ്ങൾ കവിതയെ ധ്വനിപ്പിക്കുന്നു. അങ്ങനെ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് കിട്ടാവുന്ന വലിയ ഒരു അംഗീകാരമാണ് ഈ ചിത്രങ്ങൾ കൂടി. അത് നിസ്സാരമല്ല. വളരെ കൗമാരപ്രായത്തിൽ തന്നെ ഞാൻ ശ്രദ്ധാപൂർവം വളരെ ആദരവോടെ നോക്കിയിട്ടുള്ള ഒരാളാണ് ബക്രമേഖല. ഞങ്ങളുടെ എല്ലാം കൗമാരപ്രായത്തിൽ എഴുതി വരുമ്പോൾ കഥകളും നാടകവും ലേഖനങ്ങളും ഒക്കെയായി സജീവമായി നമ്മുടെ കൊടുങ്ങല്ലൂരിലെ സാംസ്കാരിക മണ്ഡലത്തിൽ നിന്നിരുന്ന ആളാണ്. അങ്ങനെ ഒരുപാട് വർഷങ്ങളുടെ ഒരു തപസ് അദ്ദേഹത്തിന് ഈ കാവ്യരംഗത്തും കഥാരംഗത്തും മറ്റ് സാംസ്കാരിക രംഗത്തും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം തീർച്ചയായും ഇങ്ങനെയുള്ളൊരു ഈ ഒരു പുസ്തകം അത് അദ്ദേഹത്തിന് വലിയ ഒരു അംഗീകാരം തന്നെയാണ്. അതുകൊണ്ടുള്ള സന്തോഷം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഈ പലപ്പോഴും അദ്ദേഹവും പിന്നെ ഇവിടെ എൻ്റെ വീടിൻ്റെ തൊട്ട് അടുത്തുണ്ടായിരുന്ന അന്തരിച്ചുപോയ രാജൻ കോട്ടപ്പുറം, ഇവിടെ തന്നെയുള്ള നമ്മുടെ തോമസ് കുട്ടി ചേട്ടൻ, ഒരുപാട് പേര് അക്കാലത്ത് എഴുതി വരുന്നവരുടെ ഒരു പ്രോത്സാഹനമെല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കും നമ്മുടെ പി എൻ ആശ്രീമതിയും പിന്നെ ബനേഷ്, അങ്ങനെ ഞങ്ങൾക്ക് എഴുതി വരുന്ന ആൾക്കാർക്കെല്ലാം ഇവരുടെ ഒരുപാട് പ്രോത്സാഹനങ്ങളും കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതൊരു നല്ല പുസ്തകം. ഒരു കൊടുങ്ങല്ലൂരിൻ്റെ കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ തന്നെ, മലയാള സാഹിത്യ ചരിത്രത്തിൽ തന്നെ ഒരു അപൂർവതയാർന്ന ഒരു പുസ്തകമാണ്. എന്തായാലും സാനുമാഷെത്തും ഈ അപൂർവതയാർന്ന ഈ പുസ്തകം നമുക്ക് മലയാളത്തിൻ്റെ ഒരു വലിയ അന്തരീക്ഷത്തിലേക്ക് അത് പ്രകാശിക്കപ്പെടുകയാണ്. ഇതിൽ ചിത്രങ്ങൾ വരച്ച ചിത്രകാരന്മാർക്ക് എനിക്ക് ആ പുസ്തകം നൽകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ സംസാരം നിർത്തുവാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ആഹ്ലാദകരമായ ഒരു സായനത്തിന് തിരശ്ശേരി വരികയാണ്. ശ്രീ ബക്രമേഖല രചിച്ച ജലസ്തൂപങ്ങളിൽ നാട്യ മഴൽക്കൊടികൾ എന്ന കവിതയെക്കുറിച്ചുള്ള പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ശ്രീ ബക്കറുമായി എനിക്ക് 47 വർഷത്തെ പരിചയമുണ്ട്. 1972 കോട്ടപ്പുറം ലൈബ്രറിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ചേതന എന്ന എഴുത്ത് മാസികയിൽ രചന നടത്തുമ്പോഴാണ് ശ്രീ ബക്കറുമായി ആദ്യമായി പരിചയപ്പെടേണ്ടുന്നത്. പിന്നെ അദ്ദേഹം പടിപടിയായി വളർന്നു കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മികച്ച എഴുത്തുകാരനായി മാറി.
അദ്ദേഹത്തിൻ്റെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. ഞാൻ അധികമൊന്നും നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എൻ്റെ കൃത്യനിർവഹണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ഈ പുസ്തക പ്രകാശന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ ടി രാമൻകുട്ടി അവர்களാണ്. അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പുസ്തക പ്രകാശനം നിർവഹിച്ചത് കേരളത്തിലെ മികച്ച സാഹിത്യകാരനായ പ്രൊഫസർ MK സാനു മാസ്റ്റർ അവர்களാണ്. അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് നമുക്കെല്ലാം സുപരിചിതനായ പ്രൊഫസർ M തോമസ് മാത്യു സാർ അവர்களാണ്. അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പുസ്തക സ്വീകരണം നടത്തിയത് പ്രശസ്ത നിരൂപകൻ ശ്രീ ബാലചന്ദ്രൻ വടക്കെടുത്ത് അവர்களാണ്. അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പുസ്തക വിജയം നടത്തിയത് ശ്രീ E.D. ഡേവിസ് അവர்களാണ്. അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ചിത്രകാരന്മാർക്കുള്ള പുസ്തകം കൈമാറിയത് നമ്മുടെ സുഹൃത്തും പ്രശസ്ത കവിയുമായ ശ്രീ സെബാസ്റ്റ്യനാണ്. അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കവിതകളെപ്പറ്റി മനോഹരമായി ഇവിടെ സംസാരിച്ച ശ്രീമതി മാർഗരറ്റ് ജോർജ് അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ നമ്മളെല്ലാം കാവ്യാലാപനം കൊണ്ട് കോരിത്തിരിപ്പിച്ച ശ്രീ സോപാനം ഉണ്ണികൃഷ്ണൻ, ശ്രീ P.K. ഗണേഷ്, മിസ് ഹിമ ഷിൻജോ എന്നിവർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗതം ആശംസിച്ച ശ്രീ തുമ്പൂർ രവിദാസൻ അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വേദിയും സദസ്സുമെല്ലാം സമ്പന്നമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ഈ സമ്മേളനത്തിന് ഹാൾ നൽകിയ ചേരമാൻ ജുമാ മസ്ജിദ് കമ്മിറ്റി ഭരണസമിതി അംഗങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ലൈറ്റ് സൗണ്ട് നൽകി നമ്മളെ സഹായിച്ച ശ്രീ ജോയ് അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി രണ്ട് കൃതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. സാനു മാഷ്ക്കും തോമസ് മാഷ്ക്കും സമർപ്പിക്കാനാണ്. അത് നൽകുന്നതിനായി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പെരുമഴ കൊണ്ട് ഹൃദയങ്ങളിൽ തണുപ്പായി പടർന്നു കയറിയത് ശ്രീ സോപാനം ഉണ്ണികൃഷ്ണൻ സാറിന്റെ ആലാപന മാധുര്യത്തിലൂടെയാണ്. ബക്കർ മേത്തലയുടെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരളവ്യാസ പെരുമകൾ പാടും കോവിലകത്തിൻ്റെ ചിത്രത്തൂണിൽ നിന്നൊരു മുന്തിരിവള്ളി ചോദിപ്പു വ്യാസകൈരളി ഹൃദയസ്പന്ദങ്ങൾ പകർത്തുവാൻ തമ്പുരാന്റെ തൂലിക ഇനിയും ചേതന കൊള്ളുമോ? കാവ്യപ്പെരുമഴയിൽ കുളിച്ച കോവിലകത്തിൻ്റെ തിരുമുറ്റത്തു നിന്നൊരു മണൽ തരി ചോദിപ്പു കാവ്യക്കാർമുകിൽ മാലയായി ഇനി എന്നാണ് തമ്പുരാൻ ഞങ്ങളിൽ പെയ്തു പെയ്തു നിറയുക? മച്ചകങ്ങളിൽ തൂങ്ങിയാടുന്ന ശരറാന്തലുകൾ ചോദിപ്പു താളിയോലകളിൽ നാരായമുണരുന്ന മർമര
തിലകത്തിൻ്റെ ദാരുശില്പങ്ങളിൽ ചിറകുവിടർത്തും കിളികൾ ചോദിപ്പു. സുരവാണിക്കു പകരം മാതൃഭാഷതൻ മധുരം തൂകാൻ സ്വർഗത്തിൽ നിന്നും തേരിറങ്ങിയെത്തുമോ തമ്പുരാൻ. ഭാരത സാഗര തീരമൊരു ചുവടാലളന്നവൻ അടിമുടി പൂത്ത കാവ്യമരമായി നിന്ന് പൂമഴ പെയ്യിച്ചോൻ. മുക്തകങ്ങൾ തൻ മുന്നാഴി മുത്താലെ മുഗ്ധ സ്വപ്നങ്ങളെ മുലക്കച്ചയണിയിച്ചോൻ. പച്ച മലയാളത്തെ പൊന്നാനപ്പുറമേറ്റിയോൻ. തൻ കാവ്യശോഭയാൽ ഇരവിനെ പോലും പകലാക്കിയോൻ. മഹാകവി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. പിച്ചള കെട്ടിയ വാതിൽ പാളിയിൽ നിന്നും ഒരു നർത്തകി തന്റെ കൺകോണുകളാൽ ചോദിപ്പു. മലയാളത്തിൻ മാദക ഭംഗി പരിരംഭണം ചെയ്യാൻ നിലാവിൻ പുഴ കടന്നിനിയുമെത്തുമോ തമ്പുരാൻ. പെരിയാറിൽ മുങ്ങി നീർന്നു വരുമിളം കാറ്റു ചോദിപ്പു. മലയാള മധുരത്തിൽ ഇളനീർ കുളിരാലെ രസികരഞ്ജിനികൾ തീർത്തൊരാ തമ്പുരാൻ. ഭാവനാ സാമ്രാജ്യ ഭാരം നടത്തുവാൻ ഇനിയും വരില്ലേ. രാജാങ്കണത്തിലെ മുത്തശ്ശിമാവിലിരുന്ന് മാന്തളിർ തിന്നും കോകിലങ്ങൾ ചോദിപ്പു. ഞങ്ങൾക്ക് പൂജനം ചെയ്യാൻ മധുവാണികൾ ചുരത്തും പൊൻതൂലികയുമായി ഇനിയും തമ്പുരാൻ വരില്ലേ. മഹോദയ പൊയ്കയിൽ വിടർന്ന വെൺതാമര ചോദിപ്പു. ഇത്തീരത്ത് കൊടുങ്കയ്യും കുത്തിക്കിടന്ന് കുടുമയഴിച്ചിട്ട് താമ്പൂല ചർവണം ചെയ്ത് കാവ്യഭാവനകൾ നെയ്യുവാൻ ഇനിയും വരില്ലേ തമ്പുരാൻ. നക്ഷത്ര നിബിഡമാം നീലാകാശങ്ങളിൽ നീന്തി തുടിക്കുന്ന വെൺമേഘമാലകൾ ചോദിപ്പു. കവിതയിൽ മാത്രം മൊഴിയുന്ന തമ്പുരാൻ ഇനിയും ഒരു സംക്രമണ പുലരിക്കായി ഉദയം കൊള്ളുമോ. സ്വപ്ന സരോവരങ്ങളിൽ രാജഹംസമായി നീന്തിയോൻ. വാതുറന്നപ്പോഴൊക്കെ കാവ്യമുത്തുകൾ മാത്രം വർഷിച്ചോൻ. ഭാഷതൻ കാനനങ്ങളിൽ വസന്തങ്ങൾ വിടർത്തിയോൻ. വാസര സ്വപ്നങ്ങളിൽ പോലും വാഗ്ദേവതയെ വാഴിച്ചോൻ. ദ്രുതകാവ്യകലയിൽ വെന്നിക്കൊടി നാട്ടിയോൻ. മഹാകവി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ദ്രുതകാവ്യകലയിൽ വെന്നിക്കൊടി നാട്ടിയോൻ. മഹാകവി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ബക്കർ മാഷിൻ്റെ കവിത, അദ്ദേഹത്തിൻ്റെ കവിതകളിൽ എന്നെ കൂടുതൽ സ്വാധീനിച്ചതും എനിക്ക് ഇഷ്ടപ്പെട്ടതുമായ ഒരു കവിതയാണ്. വളരെ ചെറിയൊരു കവിത. ഉമ്മ. ഉമ്മയിന്നെനിക്ക് ഇടനെഞ്ചിൽ നിന്നൊരു വിളിയാണ്. ഉമ്മയിന്നെനിക്ക് ഇടനെഞ്ചിൽ നിന്നൊരു വിളിയാണ്. ഇരുൾ വീണ വീതിയിലെ നക്ഷത്രം, പെരുന്നാൾ ദിനങ്ങളിലെ നെയ്ച്ചോറു മണക്കുന്ന ഉച്ചകളിൽ സ്നേഹപൂർവമാമൊരു നിർബന്ധം. പാന
അദൃശ്യമാമൊരു വിലക്ക് 14-ാം രാവിന്റെ പൊലിമകളിൽ ഉമ്മയൊരു നിലാവ്, ഒരു നിലാവ്. ഉമ്മ ഇപ്പോൾ ഒരു മഴയാണ്, മഴനൂലുകൾക്കിടയിലൂടെ കാണുന്നത് യത്തീംഖാനയിൽ നിന്നും ഒളിച്ചോടിയ കുട്ടിയെ. മുല്ലാക്കയുടെ ചൂരലുകളിൽ പിടയുമ്പോൾ കണ്ണീർ മഴയിൽ പകുത്തു തന്ന ഹൃദയം. ജനികൾക്കും മൃതികൾക്കുമിടയിൽ കിടന്ന് അമ്മ അളന്ന ആകാശം അറ്റമില്ലാത്തതാണ്. റുഹാനിക്കിളി റഹിയാൻ പച്ച കൊത്തിപ്പറക്കുന്നത് ഏതു മിനാരങ്ങളിലേക്കാണ്. ഉമ്മയുടെ കീറത്തട്ടത്തിൻ്റെ കോന്തലയും മേഘങ്ങളും ഒന്നാകും. ഉമ്മ എനിക്കിപ്പോൾ ഒരു പൂവാണ്, പള്ളിക്കാടുകളിൽ പൂത്ത പോട്ടച്ചെടിയിലെ ഒരു വിളർത്ത പൂവ്. ഉമ്മ ഇന്നെനിക്ക് ഇടനെഞ്ചിൽ നിന്നൊരു വിളിയാണ്. ബക്രമാഷ്ടെ ദളിതൻ എന്ന കവിതയാണ് ഞാനിവിടെ ആരംഭിക്കുന്നത്. വേദങ്ങൾ കൊണ്ടും വേദാന്തങ്ങൾ കൊണ്ടും അമർത്തപ്പെട്ടവൻ ദളിതൻ, അടിച്ചമർത്തപ്പെട്ടവൻ ദളിതൻ. കൂടങ്ങൾ കൊണ്ടും ഭരണകൂടങ്ങൾ കൊണ്ടും അമർത്തപ്പെട്ടവൻ ദളിതൻ, അടിച്ചമർത്തപ്പെട്ടവൻ ദളിതൻ. ചേറിൽ പുതഞ്ഞു വരുന്നവൻ ദളിതൻ, ചെളിച്ചൂരുള്ളവൻ ദളിതൻ. കാളയെ പൂട്ടിയോൻ ദളിതൻ, കാളയെ പോൽ പണി ചെയ്തവൻ ദളിതൻ. നിലം നിരപ്പാക്കിയോൻ ദളിതൻ, നിലം നിരപ്പാക്കിയോൻ ദളിതൻ. വിത്തുകളെറിഞ്ഞവൻ മുത്തുകളെറിഞ്ഞവൻ ദളിതൻ. ഞാറുകൾ നട്ടവൻ മോഹങ്ങൾ നട്ടവൻ ദളിതൻ. ചക്രം ചവിട്ടിയും ദേവിയും കണ്ടം നിത്യം നനച്ചവൻ ദളിതൻ, നിത്യം നനച്ചവൻ ദളിതൻ. കതിരണി വയലിന്റെ കാവലാളായി നിന്നും കളപ്പുരകൾ നിറച്ചവൻ ദളിതൻ. തൊട്ടുകൂടാത്തവൻ തീണ്ടിക്കൂടാത്തവൻ ദളിതൻ. ചാട്ടകൾ മുതുകത്തു വീഴുന്ന നേരവും കണ്ണീർ പൊഴിക്കാത്തോൻ ദളിതൻ, കണ്ണീർ പൊഴിക്കാത്തോൻ ദളിതൻ. കാരിരുമ്പിന്റെ കരുത്തുള്ള ദളിതൻ, തമ്പ്രാനെ താണു വണങ്ങിയോ ദളിതൻ. പുരകളിൽ പട്ടിണിയാളിടും നേരവും പുലങ്ങളിൽ ജീവിതമാടിയോ ദളിതൻ, പുലങ്ങളിൽ ജീവിതമാടിയോ ദളിതൻ. മൂവന്തിയോളം പണിയെടുത്തിട്ടും അരവയർ നിറയാത്തോ ദളിതൻ. വേട്ടുള്ള പെണ്ണിനെ തമ്പ്രാൻ തിന്നപ്പ കഥനങ്ങൾ ചന്ദ്രിൽ ഉദിക്കിയോ ദളിതൻ. ദൈവത്തറകളിൽ കലശങ്ങളാടിയോൻ കനലാട്ടമാടിയോൻ ദളിതൻ. നിർത്താതെ കളിയാട്ടമാടിയോൻ ദളിതൻ, നിർത്താതെ കളിയാട്ടമാടിയോൻ ദളിതൻ. മാളൂർ കന്ന
ചോർക്കന്നം നൽകിയ ദളിതൻ ദൈവങ്ങളെക്കാൾ വലിയ ദൈവം, ദൈവങ്ങളെക്കാൾ വലിയ ദൈവം. ശ്യാമശിലകളിൽ കുത്തിയെടുത്തൊരു ചാരുശില്പം പോലെ ദളിതൻ, ചോരയിൽ സ്നേഹത്തിൻ ശ്വേതരക്താണുക്കൾ പുളയ്ക്കുന്ന ദളിതൻ, ഉള്ളം വെളുത്തുള്ള ദളിതൻ. കറുപ്പിന്റെ സൗന്ദര്യ ശാസ്ത്രത്താൽ ജീവിത ഗാഥകൾ എഴുതിയോൻ ദളിതൻ, ജീവിതം കവിതയായി മാറ്റിയോൻ ദളിതൻ, കണ്ണീർ തുടയ്ക്കുന്നു ദളിതൻ, കണ്ണീർ തുടയ്ക്കുന്നു ദളിതൻ. വേദാധികാരത്തിൻ കുത്തകക്കാരെ വേൽ കൊണ്ടു കുത്തി മറിച്ചവൻ ദളിതൻ, തന്നെ വരിഞ്ഞു മുറുക്കിയ പൂണൂൽ പൊട്ടിച്ചെറിഞ്ഞവൻ ദളിതൻ, പൊട്ടിച്ചെറിഞ്ഞവൻ ദളിതൻ. സമരാങ്കണങ്ങളിൽ കൊടികൾ പിടിച്ചവൻ, നെഞ്ചു വിരിച്ചവൻ ദളിതൻ, സമരാങ്കണങ്ങളിൽ കൊടികൾ പിടിച്ചവൻ, നെഞ്ചു വിരിച്ചവൻ. അടികളിൽ വെടികളിൽ പതരാതെ നിന്നവൻ ദളിതൻ, അടികളിൽ വെടികളിൽ പതരാതെ നിന്നവൻ ദളിതൻ. ബ്രാഹ്മണ്യഭൂതത്തിൽ നെഞ്ചു പിളർന്ന് കവലയിൽ തൂക്കിയോ ദളിതൻ, നാൽക്കവലയിൽ തൂക്കിയോ ദളിതൻ. തൂമ്പയ്ക്കു പകരം തൂവൽ പിടിച്ചവൻ, തുമ്പികൾക്കൊപ്പം സ്വപ്നം പറത്തിയോൻ, തൂവാന തുമ്പികൾക്കൊപ്പം സ്വപ്നം പറത്തിയോൻ ദളിതൻ. ഒരു നാളേറെ കരഞ്ഞവൻ ദളിതൻ, ഇന്നേറെ ചിരിപ്പവൻ ദളിതൻ. ഒരു നാളേറെ കരഞ്ഞവൻ ദളിതൻ, ഇന്നേറെ ചിരിപ്പവൻ ദളിതൻ. സ്വത്വബോധ